എപ്പിസോഡ് തുടങ്ങുമ്പോൾ കാണിക്കുന്നത് പ്രിൻസസിന്റെ ചെരുപ്പം തിരിഞ്ഞുകൊണ്ട് സുൻ ആർമി ക്യാമ്പിലാകെ നടക്കുന്നതാണ്. അവനിങ്ങനെ പാതിരാത്രിക്ക് മുറ്റത്തൊക്കെ എന്തോ തിരിഞ്ഞ് നടക്കുന്നത് കണ്ടുകൊണ്ട് വേറെ ഒന്ന് രണ്ട് സൈനികർ അവൻ്റെ അടുത്തേക്ക് വന്ന് എന്താണ് സംഭവമെന്ന് അന്വേഷിക്കുന്നുണ്ട്. ഒരു മിലിറ്ററി സീക്രട്ടാണ്, അതുകൊണ്ട് പറയാൻ പറ്റില്ല എന്ന് അവൻ പറഞ്ഞപ്പോൾ എന്ത് സീക്രട്ട് ആണെന്ന് മറ്റേ ആൾ വീണ്ടും ചോദിക്കുന്നു. അവൻ അയാളെ അടുത്തേക്ക് വിളിച്ച് അവൻ്റെ തലകിട്ടെണ്ണം കൊടുത്തിട്ട് സീക്രട്ട് ആണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അതിനെപ്പറ്റി ചോദിക്കുന്നോളാം. ഇത് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം, നിങ്ങൾ പോയിക്കോളാൻ പറയുന്നു. അങ്ങനെ അവർ പോയ ശേഷവും അവൻ അവിടെയൊക്കെ തിരയുന്നുണ്ട്. എന്തായാലും കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രിൻസസിന്റെ ചെരുപ്പ് അവൻ കണ്ടെടുക്കുന്നു. യാൻഷിങ്ങും ക്യാമ്പിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു. അവൻ ഉറങ്ങാൻ പോവാതെ ഷാങ്ങുവിൻ്റെ ആ പൊട്ടിപ്പോയ ബച്ചർ നൈഫ് എടുത്തുകൊണ്ട് വന്ന് അതൊരു പുതിയ ആയുധമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവൻ തന്നെയാണ് അത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ സമയം ചെരുപ്പുമായിട്ട് അവൻ്റെ റൂമിലെത്തി അത് കുത്തി തയ്ക്കാൻ തുടങ്ങുന്നു. ഇടയ്ക്ക് അവൻ ഉറങ്ങാത്തത് എന്താണെന്ന് ചോദിച്ച് പെട്രോളിംഗ് നേമ ഓഫീസേഴ്സ് അവിടെ വന്ന് അന്വേഷിക്കുന്നുണ്ടെങ്കിലും ഞാൻ മിലിറ്ററി സീക്രട്സ് ഒക്കെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ അവനൊരു ബുക്ക് എടുത്ത് കയ്യിൽ വെച്ച് കാണിക്കുന്നു. അങ്ങനെ അവരെ പറഞ്ഞയക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ആ ചെരുപ്പ് കുത്തി തയ്ക്കാൻ തുടങ്ങുന്നു. ഇങ്ങനെ രണ്ട് കാമുകന്മാരും രണ്ടിടത്തായിട്ടിരുന്ന് കാമുകിമാർക്ക് വേണ്ടി ഉറക്കമൊഴിച്ചിരുന്ന് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ യാൻഷങ് ആ ബച്ചർ നൈഫ് രണ്ട് പുതിയ വാളുകളാക്കി പണിതെടുക്കുന്നുണ്ട്. എന്നിട്ട് അതവിടുത്തെ മെയിൻ കൊല്ലനെ അവൻ കാണിക്കുന്നു. അദ്ദേഹത്തിനും അത് നന്നായി ഇഷ്ടപ്പെടുന്നു. പിന്നെ പുതിയതായ ഒരു വാളുണ്ടാക്കുമ്പോൾ അതിൻ്റെ സോളിനെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് മനുഷ്യൻ്റെ ബ്ലഡ് ഉപയോഗിക്കണമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. അല്ലെങ്കിൽ അത് അതിൻ്റെ മാസ്റ്ററെ പരിക്കേൽപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് വിശ്വാസം എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. യാൻഷിങ്ങിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഷിയേഷി ഇത് കേട്ടപ്പോൾ മാസ്റ്റർക്ക് അങ്ങനെയുള്ള വിശ്വാസമൊന്നുമില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും യാൻഷിങ് അപ്പോൾ തന്നെ ആ വാൾ തിരികെ വാങ്ങിച്ചിട്ട് അവൻ്റെ കൈ തന്നെ അതുകൊണ്ട് മുറിക്കുന്നുണ്ട്. എന്നിട്ടത് മാസ്റ്ററുടെ കയ്യിൽ തിരികെ കൊടുക്കുന്നു. പിന്നെ അത് തീയത്ത് വെച്ച് ഒന്നുകൂടി ചൂടാക്കി എടുത്തിട്ട് അദ്ദേഹം തിരികെ അവനെ തന്നെ ഏൽപ്പിക്കുന്നു. ഈ വാളുകൾ കൊണ്ട് ചരിത്രം എഴുതേണ്ടത് അവളാണ് എന്ന് യാൻഷിങ് അപ്പോൾ അതിൽ നോക്കി പറയുന്നുണ്ട്. സാഹോ ബാവറയും കൊണ്ട് ഷിയുടെ കണ്ണുവെട്ടിച്ച് രക്ഷപ്പെട്ടിരുന്നല്ലോ. അവർ ഇപ്പോഴും സേഫായി എങ്ങും എത്തിപ്പെട്ടിട്ടില്ല. വഴിയിൽ തന്നെ അവരെ അന്വേഷണം നടക്കുന്നവരുടെ കണ്ണിൽപ്പെടാതെ ഒളിച്ചും പാത്തുമൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും നല്ല ടയേർഡായിരിക്കുന്നു. സാഹോയ്ക്ക് ഏതാണ്ട് പ്രതീക്ഷ നഷ്ടപ്പെട്ട അവസ്ഥയാണ്. അപ്പോഴാണ് കൂടെ ഉണ്ടായിരുന്ന ബാവർ താഴെ ഉണ്ടായിരുന്ന കുതിരവണ്ടിയുടെയൊക്കെ അടയാളം നോക്കിയിട്ട് നമ്മുടെ കുറച്ച് മുന്നിലായിട്ട് ഷിയെ ആർമി ഉണ്ടെന്നാണ് തോന്നുന്നതെന്ന് പറയുന്നത്. അവനതങ്ങനെ മനസ്സിലായി എന്ന് സാഹോ അമ്പരപ്പോടെ ചോദിക്കുന്നുണ്ട്. ഷിയുടെ കൊട്ടാരത്തിലായിരുന്ന സമയത്ത് ഇവൻ കുറേ ബുക്കൊക്കെ വായിച്ചിരുന്നല്ലോ. അതിൽ ഓരോ സൈന്യത്തിൻ്റെയും വണ്ടികളുടെ അടയാളം എങ്ങനെയാണ് തിരിച്ചറിയേണ്ടതെന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇവനത് ഒരു തവണ വായിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ അടയാളം വെച്ചാണ് ഇവനത് പറഞ്ഞത്. ഒറ്റത്തവണ കണ്ടപ്പോഴേക്കും അതൊക്കെ ഇങ്ങനെ കൃത്യമായിട്ട് ഓർത്തിരിക്കണമെങ്കിൽ അവനെ അതിന് തക്കവണ്ണം കഴിവ് കാണുമല്ലോ. അത് സാഹോയെ ശരിക്കും അത്ഭുതപ്പെടുത്തുന്നു. അവൻ ശരിക്കും രാജാവാകാൻ യോഗ്യതയുള്ളവനാണ് എന്ന് സാഹോയ്ക്ക് മനസ്സിലാവുന്നു. അതുകൊണ്ട് അവനെ ആയിരിക്കും ദൈവം അടുത്ത അവകാശിയായിട്ട് തീരുമാനിച്ചിരിക്കുന്നതെന്നൊക്കെ സാഹോ അവിടെ നിന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോൾ രക്ഷപ്പെട്ടു പോവുകയല്ല, എൻ്റെ അമ്മയെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ആരെങ്കിലും സഹായത്തിന് വിളിക്കാനാണ് നമ്മൾ പോകുന്നതെന്ന് ബാവർ പറഞ്ഞപ്പോൾ സാഹോയും അത് സമ്മതിക്കുന്നു. എന്നിട്ട് ഷിയെ ആർമിയെ ലക്ഷ്യമാക്കി മുന്നോട്ട് പോകാൻ അവർ തീരുമാനിക്കുന്നുണ്ട്. ഷാങ്ങു രാത്രി അങ്ങനെ പുറത്തൊക്കെ പോയി സമയം ചെലവഴിച്ചിട്ട് തിരികെ വന്നിടുന്ന ഉറക്കമാണ്. ഒരുപാട് വൈകിട്ടും അവൾ ഉണരുന്നില്ല. ഷാങ്ങിങ് അവൾ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്ന ആ ഫിഷ് ഫ്രൈ ഒക്കെ എടുത്ത് കഴിക്കുന്നു. ഈ സമയത്താണ് ഷാങ്ങി ഉണരുന്നത്. നേരം ഉച്ച കഴിഞ്ഞ് വന്ന് ഷാങ്ങിങ് പറഞ്ഞപ്പോൾ അവൾ ശരിക്കും ഞെട്ടിപ്പോകുന്നുണ്ട്. ഷാങ്ങിങ് അവിടെ ഇരുന്ന് ഫിഷ് ഫ്രൈ കഴിക്കുന്നത് കണ്ട് എനിക്കിന്നല്ല അത്ര ഉറക്കം വന്നില്ല, അങ്ങനെ ഞാൻ നദീതീരത്തേക്ക് പോയി പിടിച്ചതാണ് എന്നൊക്കെ അവൾ പറയുന്നു. പക്ഷെ ഷാങ്ങിങ്ങിന് അത് കഴിച്ചപ്പോൾ യാൻഷിങ് ഉണ്ടാക്കിയതാണെന്ന് മനസ്സിലാവുന്നുണ്ട്. അത് നിനക്ക് എങ്ങനെ മനസ്സിലായെന്ന് ഷാങ്ങി ചോദിക്കുന്നു. മുമ്പ് എന്നെ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ചേട്ടൻ പലതവണ ഇതേപോലെ എനിക്ക് ഫിഷ് ഫ്രൈ ചെയ്ത് തന്നിരുന്നു. അതുകൊണ്ട് എനിക്ക് എൻ്റെ ടേസ്റ്റ് നന്നായിട്ട് അറിയാമെന്ന് അവൾ പറയുന്നു. ബാവറയും ഷിയാനെയും തനിക്ക് മിസ് ചെയ്യുന്ന ആരെയും ഷാങ്ങിങ് ഈ സമയത്ത് അവളോട് പറയുന്നുണ്ട്. എനിക്കും അവരെ മിസ് ചെയ്യുന്നുണ്ടെന്ന് ഷാങ്ങിയും പറയുന്നു. ഈ സമയത്താണ് മാസ്റ്റർ തവോ ആ ടെൻറ്റിലേക്ക് വരുന്നത്. അദ്ദേഹം വന്നിട്ടുണ്ട് എന്ന് ഷാങ്ങി പറഞ്ഞിരുന്നു. ഇപ്പോഴാണ് പക്ഷെ നേരിട്ട് കാണുന്നത്. അവൾ അദ്ദേഹത്തെ സ്വീകരിച്ചിട്ട് അദ്ദേഹവുമായി സംസാരിക്കുന്നു. ഷാങ്ങിങ്ങും അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് നിന്ന് പരിചയപ്പെടുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അവളെ അടുത്ത് കണ്ടപ്പോൾ അവളുടെ മുഖം ഭയങ്കര ലക്കിയാണ് എന്ന് മാസ്റ്റർ പറയുന്നു. മുമ്പ് അങ്കിൾ സാഹോയും ഇതേപോലെ തന്നെ അവളുടെ ഫേസ് ഭയങ്കര ലക്കിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് ഷാങ്ങി പറഞ്ഞപ്പോൾ എൻ്റെ അത്ര കഴിവൊന്നും ഫേസ് റീഡിങ്ങിൽ നിൻ്റെ അങ്കിളിനുണ്ടാവാൻ സാധ്യതയില്ല, എന്തായാലും ഞാൻ നന്നായിട്ടൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് മാസ്റ്റർ താവോ ഷാങ്ങിങ്ങിനെ പിടിച്ച് അടുത്ത് നിർത്തി അവളുടെ മുഖമൊക്കെ നന്നായി പരിശോധിക്കുന്നു. ഇവൾ ശരിക്കും ഭാഗ്യവതിയാണ്. ഒരുപാട് ഭാഗ്യം ഇവൾക്ക് നേടിയെടുക്കാനുള്ളതുകൊണ്ട് ഇവളുടെ കുഞ്ഞു ശരീരത്തിന് അത് താങ്ങാൻ പറ്റാത്ത വിധമാണ്. അതുകൊണ്ടാണ് ഇവൾക്ക് ചെറുപ്രായത്തിൽ ഇങ്ങനെ അസുഖങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ഇവൾ പ്രായപൂർത്തിയാവുന്നത് വരെ ഇവളെ നീ നന്നായി പ്രൊട്ടക്റ്റ് ചെയ്തോണം. നിന്നെ പോലെ ഒരു ചേച്ചി ഇവൾക്കൊപ്പം ഉള്ളപ്പോൾ ഇവൾക്ക് എന്തായാലും ആപത്തൊന്നും ഉണ്ടാവുകയില്ല എന്നൊക്കെ അദ്ദേഹം അവളോട് പറയുന്നു. പിന്നെ ഷാങ്ങുവിനോട് മാത്രമായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ഷാങ്ങു അവിടെ ഇരിപ്പുണ്ടായിരുന്ന ആ ഫിഷ് ഫ്രൈ എടുത്ത് ഷാങ്ങിങ്ങിന് കൊടുത്തിട്ട് അവളെ ബാവോയുടെ ഒക്കെ അടുത്തേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. പിന്നെ അവൾ കഴിഞ്ഞ ദിവസം ഷിഹുവിനെ വെറും 3 ഇടി കൊണ്ടാണ് കൊന്നതെന്ന് കേട്ട കാര്യമൊക്കെ പറഞ്ഞ് അദ്ദേഹം അവളുടെ കഴിവിനെ പുകഴ്ത്തുന്നു. വെറും 2 ഇടി മാത്രമേ വേണ്ടി വന്നുള്ളൂ എന്ന് ഷാങ്ങു വിനയത്തോടെ പറയുന്നുണ്ട്. ഇവിടെ 3 മെയിൻ ആർമിയാണുള്ളത്. ആ 3 ആർമികളിലും വെച്ചിട്ട് ഏറ്റവും ഭയങ്കരനായിട്ടുള്ള ഏറ്റവും ശക്തനായിട്ടുള്ള ജനറലാണ് ഈ ഷിഹു. അവനെ ഇവൾ വെറും 2 ഇടി കൊണ്ട് കൊന്നുവെന്ന് പറഞ്ഞാൽ അവളുടെ സ്ട്രെങ്ത് എത്രത്തോളം ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം അവളെ ഒത്തിരി പുകഴ്ത്തുന്നു.
അദ്ദേഹത്തിൻ്റെ സ്ഥാനം എന്താണെന്നൊക്കെ ഷാങ്യുവും ഇപ്പോഴാണല്ലോ അറിഞ്ഞത്. അദ്ദേഹത്തെ പോലെ വലിയൊരാളിനൊപ്പമാണ് തങ്ങൾ ആ ഡാമിൽ പണിയെടുത്തതെന്നൊക്കെ ബാബുവൊക്കെ അറിഞ്ഞാൽ അവർക്ക് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുമെന്നൊക്കെ പറഞ്ഞ് അവളും അദ്ദേഹത്തെ പുകഴ്ത്തി പറയുന്നുണ്ട്. അവരെല്ലാം സേഫാണോ എന്നൊക്കെ അദ്ദേഹം ചോദിച്ചറിയുന്നു. പിന്നെയാണ് അദ്ദേഹം വന്ന കാര്യം പറയുന്നത്. യാൻഷൻ അദ്ദേഹത്തോട് അവളെ മകളായി ദത്തെടുക്കുമോ എന്ന് ചോദിച്ചിരുന്നല്ലോ. കാര്യം ഇപ്പോൾ അവളോട് അദ്ദേഹം പറയുന്നു. ആരാണ് പറഞ്ഞതെന്ന് അദ്ദേഹം പറയുന്നില്ല. പക്ഷേ അദ്ദേഹം കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ യാൻഷനാണോ ഇത് പറഞ്ഞതെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. അദ്ദേഹം അത് സമ്മതിക്കുന്നു. പക്ഷെ ഷാങ്യുവിന് ഇതിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സിന് അവൾ നന്ദി പറയുന്നു. എൻ്റെ സ്റ്റാറ്റസ് ഇങ്ങനെ ആയിരിക്കുന്നതിൽ എനിക്ക് നാണക്കേടൊന്നുമില്ല. പിന്നെ മറ്റാരെങ്കിലും ഡിപ്പെൻഡ് ചെയ്ത് എൻ്റെ സ്റ്റാറ്റസ് ഉയർത്താനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ സ്വന്തം കഴിവുകൊണ്ട് നല്ല നിലയിൽ എത്തണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മാർക്കിസിന് എൻ്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നെങ്കിൽ എനിക്ക് അക്കാര്യത്തിലൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് അവൾ പറയുന്നു. അവൾക്കിങ്ങനെ ലൈഫിനെ കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുള്ളത് അദ്ദേഹത്തെ സന്തോഷിപ്പിക്കുന്നുണ്ട്. പിന്നെ മാർക്കിസ് ദുരുദ്ദേശത്തോടെ അല്ല ഇക്കാര്യം പറഞ്ഞതെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. അവന് നിന്റെ സ്റ്റാറ്റസ് ഒരു പ്രശ്നമേ അല്ല. അവനിക്കാര്യം എന്നോട് ആവശ്യപ്പെടാൻ കാരണം നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഒരാൾ കൂടി ഉണ്ടാവട്ടെ എന്ന് കരുതിയാണ്. അല്ലാതെ അവൻ മറ്റൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്നൊക്കെ അദ്ദേഹം യാൻഷങ്ങിനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നു. എനിക്ക് വലിയ സ്റ്റാറ്റസ് ഒന്നും ഇല്ലെങ്കിലും നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എനിക്ക് സാധിക്കും. ഭാവിയിൽ നിന്നെ ആർക്കെങ്കിലും ഉപദ്രവിക്കണമെന്ന് തോന്നിയാൽ നീ എന്ത് ചെയ്യും എന്നൊക്കെ അദ്ദേഹം ചോദിക്കുന്നു. എന്നെ ആരും ഉപദ്രവിക്കാൻ വരാനാണ് എന്ന് ഷാങ്യു ചോദിച്ചപ്പോൾ ഇപ്പോൾ നിന്നെ ഉപദ്രവിക്കാൻ ആരുമില്ല എന്ന് കരുതി ഭാവിയിൽ ആരും ഉണ്ടാവില്ല എന്ന് വിചാരിക്കാൻ പറ്റില്ലല്ലോ. ആരെങ്കിലും ഭാവിയിൽ ഉണ്ടായാൽ എന്ത് ചെയ്യും എന്ന് അദ്ദേഹം ചോദിക്കുന്നു. അങ്ങനെ ശരിക്കും ആരെങ്കിലും എന്നെ ഉപദ്രവിക്കണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അങ്ങ് എന്നെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ്? ഇനി കുറച്ചു കാലത്തേക്ക് താങ്കൾക്ക് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിഞ്ഞാലും ജീവിതകാലം മുഴുവൻ അങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുമോ? അതുകൊണ്ട് ഞാൻ എൻ്റെ സ്വന്തം കഴിവിൽ വിശ്വസിക്കുന്നതാണ് നല്ലത്. എനിക്ക് വഴിയിൽ നിന്ന് ഒരു ജെയ്ഡ് പെൻഡൻറ്റ് കളഞ്ഞു കിട്ടിയതാണ്. അത് പതിയെ അതിൻ്റെ ഓണർക്ക് തന്നെ തിരികെ കൊടുത്തുവെന്ന് യാൻഷങ്ങിൻ്റെ കാര്യത്തിൽ ഞാനങ്ങ് വിചാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അവൻ മാർക്കിസാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ എന്തുകൊണ്ടാണ് അവൻ്റെ ഐഡൻറ്റിറ്റി മറച്ചു വെച്ചത് എന്നും എന്തുകൊണ്ടാണ് എൻ്റെ ഗ്രാമത്തിൽ താമസിക്കാൻ തയ്യാറാവാതിരുന്നതെന്നുമൊക്കെ എനിക്ക് മനസ്സിലായി എന്നൊക്കെ അവൾ പറയുന്നു. നിനക്ക് ചിലപ്പോൾ ഒരു അച്ഛൻ്റെ കുറവില്ലായിരിക്കാം. പക്ഷേ എനിക്ക് ഒരു മകളുടെ കുറവുണ്ട്. ഈ വയസ്സാം കാലത്ത് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. നീ എന്നെ അച്ഛനായി കരുതാൻ തയ്യാറാണെങ്കിൽ ഞാൻ നിന്നെ സ്വന്തം മകളെ പോലെ കരുതാൻ തയ്യാറാണ്. ആലോചിച്ചിട്ട് ഒരു തീരുമാനം പറഞ്ഞാൽ മതി. ഞാൻ നിന്നെ നിർബന്ധിക്കുകയൊന്നുമില്ല എന്ന് അദ്ദേഹം വീണ്ടും പറയുന്നു. അന്ന് ഡാമിൻ്റെ പണി നടക്കുന്ന സമയത്ത് അദ്ദേഹം സ്വന്തം ജീവൻ പണയപ്പെടുത്തി പോലും അവളെ രക്ഷപ്പെടുത്താൻ തയ്യാറായതാണല്ലോ. അന്ന് തന്നെ അദ്ദേഹത്തെ സ്വന്തം അച്ഛൻ്റെ സ്ഥാനത്ത് അംഗീകരിച്ചിരുന്നതാണ്. ഇനിയിപ്പോൾ അത് ഒഫീഷ്യലായിട്ട് അംഗീകരിക്കണമെങ്കിൽ അതിനും തയ്യാറാണ് എന്ന് പറഞ്ഞ് ഷാങ്യു എഴുന്നേറ്റ് നിന്നിട്ട് അദ്ദേഹത്തിന് മുന്നിൽ മുട്ടുകുത്തി ബഹുമാനം കാണിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഗോഡ് ഫാദറായി അംഗീകരിക്കുന്നുണ്ട്. മുമ്പ് സ്റ്റുഡൻ്റായിട്ട് ഇങ്ങനെയൊന്ന് ചെയ്യാൻ അദ്ദേഹം പലതവണ അവളോട് പറഞ്ഞിരുന്നെങ്കിലും അവൾ അതിന് തയ്യാറായിരുന്നില്ലല്ലോ. ഇങ്ങനെ അവൾ ചെയ്യുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് ശരിക്കും സന്തോഷമാവുന്നു. ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ ഒറ്റയ്ക്കാണ് ജീവിച്ചിട്ടുള്ളത്. ഈ വയസ്സാം കാലത്ത് നിന്നെപ്പോലെ നല്ലൊരു മകളെ കിട്ടാനുള്ള ഭാഗ്യം എനിക്കുണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നതല്ല എന്നൊക്കെ അദ്ദേഹം സന്തോഷത്തോടെ പറയുന്നു. അവളെ മോളേന്ന് വിളിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സന്തോഷത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് അവൾക്ക് ഗിഫ്റ്റ് നൽകാനൊന്നും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു. അതുകൊണ്ട് ഈ സമയത്ത് അവൾക്കൊരു കോർട്ടസി നെയിം നൽകാമെന്ന് അദ്ദേഹം പറയുന്നു. എന്താണ് അവൾക്ക് പേര് നൽകേണ്ടതെന്ന് അദ്ദേഹം ആലോചിക്കുന്നുണ്ട്. അവളുടെ ഇപ്പോഴത്തെ പേരിനോട് സാമ്യം വരുന്നതും അതേപോലെ തന്നെ അവളുടെ കഴിവുകളൊക്കെ എടുത്തു കാണിക്കുന്നതുമായ രീതിയിലുള്ള ഒരു പേരാണ് അദ്ദേഹം ആലോചിച്ചത്. എന്നിട്ട് അവസാനം ഷാംജുൻ എന്ന പേര് അദ്ദേഹം അവൾക്ക് നൽകുന്നു. അതിൻ്റെ അർത്ഥം മലനിരകളിലെ പെൺകടുവ എന്നായിരുന്നു. അർത്ഥം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഷാനുവിന് ആ പേര് ശരിക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. അവൾ സന്തോഷത്തോടെ ആ പേര് സ്വീകരിക്കുന്നു. ഇവരിങ്ങനെ അവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് പുറത്ത് ആ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഇവരുടെ ഭാഗത്തുള്ള സൈനികരുടെ എല്ലാം ഡെഡ് ബോഡികൾ അവിടേക്ക് കൊണ്ടുവന്ന് ഒരുമിച്ച് സംസ്കരിക്കുന്ന ചടങ്ങ് നടക്കുന്നത്. അങ്ങനെ ഷാങ്യുവും മാസ്റ്ററും കൂടി പുറത്തേക്ക് ഇറങ്ങിയെന്ന് അത് നോക്കുന്നുണ്ട്. ഈ യുദ്ധത്തിൽ ഒരുപാട് സൈനികർ കൊല്ലപ്പെട്ടു. ഇനി ഇവർ ഇവിടെ നിന്ന് അടുത്തതായി പുറപ്പെട്ടു പോകാൻ പോകുന്നത് ലൂഷങ്ങിലേക്കാണ്. അവിടെയും ഇപ്പോൾ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരും ആ യുദ്ധത്തിൽ പങ്കുചേരാനാണ് പോകുന്നത്. അവിടുത്തെ കാര്യങ്ങൾ ഇതിനേക്കാൾ കൂടുതൽ ഭീകരമായിരിക്കും. അവൾ അങ്ങോട്ടേക്ക് യാൻഷിങ്ങിനൊപ്പം പോകുന്നുണ്ടോ എന്ന് മാസ്റ്റർ ഈ സമയത്ത് അവളോട് ചോദിക്കുന്നു. പക്ഷേ തനിക്ക് അങ്ങോട്ട് പോകാൻ താല്പര്യമില്ല. ഒന്നാമത് ഈ യുദ്ധഭൂമി എനിക്ക് പറ്റിയ സ്ഥലമല്ലെന്നാണ് തോന്നുന്നത്. ശത്രുക്കളാണെങ്കിൽ പോലും യുദ്ധഭൂമിയിൽ എതിരെ വന്ന ഓരോ മനുഷ്യരെയും കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് എൻ്റെ ഗ്രാമത്തിൽ നിന്ന് പിടികൂടിക്കൊണ്ടുപോയ സാഹോയും ബാബുവും ഒക്കെ പോലെയുള്ള ആണുങ്ങളെയാണ്. അവരെ പോലെ തന്നെ ആയിരിക്കണമല്ലോ ഇവരെയും പിടികൂടിക്കൊണ്ടുവന്ന് ഈ യുദ്ധത്തിനായി കൊണ്ടുവന്നിരിക്കുന്നത്. ആരും യുദ്ധം ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടൊന്നുമല്ല അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെയുള്ളവരെ കൊല്ലാൻ എനിക്ക് എന്തായാലും മനസ്സ് വരുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ശത്രുക്കളെ കൊന്നല്ലേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഞാനിതിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു എന്നൊക്കെ അവൾ പറയുന്നു. പിന്നെ തൻ്റെ ഗ്രാമത്തിൽ തിരിച്ചെത്തി അവിടെ അവശേഷിക്കുന്നവർക്കൊപ്പം അവിടെ ഒരു പുതിയ ഗ്രാമം കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കുന്നതിനെ പറ്റിയും ഷാങ്യു അദ്ദേഹത്തോട് പറയുന്നുണ്ട്. അദ്ദേഹം അതിന് എതിർപ്പൊന്നും പറയുന്നില്ല. പിന്നെ അവൾ പ്രിൻസസിൻ്റെ അടുത്തെത്തി താനിങ്ങനെ തിരികെ പോകാൻ ഉദ്ദേശിക്കുന്ന കാര്യം അറിയിക്കുന്നു. യാൻഷങ് ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും നിന്നെ വിടുമെന്ന് തോന്നുന്നില്ല. അവൻ മിക്കവാറും നിന്നെ കെട്ടിയിടാനാണ് സാധ്യത എന്നൊക്കെ പ്രിൻസസ് അവളോട് പറയുന്നു. അവൾക്കും അതറിയാം. അതുകൊണ്ടാണ് യാൻഷിങ്ങിനോട് ഇതുവരെ അവളെ കാര്യം പറയാതിരുന്നത്. ഇപ്പോൾ പ്രിൻസസിൻ്റെ സഹായം ചോദിക്കാനാണ് വന്നിരിക്കുന്നതെന്ന് അവൾ പറയുന്നു.
ഞങ്ങൾക്കിടയിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തീർക്കാനുണ്ട്. അതൊന്നും ഇത്ര പെട്ടെന്നൊന്നും ശരിയാവുകയില്ല. എനിക്ക് അത്യാവശ്യമായിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടെത്തണം. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ധൃതി പിടിച്ച് പോകുന്നതെന്ന് ഷാങ്ങി അവളോട് പറയുന്നു. പോകുന്നത് നീ ആയതുകൊണ്ട് മാത്രം ഞാൻ നിന്നെ തടയുന്നില്ല. കാരണം ഏറ്റവും ശക്തനായ ജനറലായ ഷിഹുവിനെ കൊന്ന ധീര വനിതയല്ലേ എൻ്റെ മുന്നിലിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഒറ്റയ്ക്ക് പോകുന്നതിൽ ഞാൻ പേടിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പ്രിൻസസ് പറയുന്നു. എന്നിട്ട് എന്ത് സഹായമാണ് തൻ്റെ ഭാഗത്ത് നിന്ന് വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അങ്കിൾ സാഹു മറ്റേ ആർമി ക്യാമ്പിലാണല്ലോ ഉള്ളത്. അദ്ദേഹത്തെ അവിടെ നിന്ന് സ്വതന്ത്രനാക്കി തിരികെ നാട്ടിലേക്ക് അയക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തണം. ഷാങ്ങിങ്ങിനെയും അദ്ദേഹത്തിൻ്റെ കൂടെ തിരികെ അയക്കണം. അതായിരുന്നു ഷാങ്ങുവിൻ്റെ ആവശ്യം. പ്രിൻസസ് അതിന് വേണ്ടത് ചെയ്യാമെന്ന് സമ്മതിക്കുന്നു. പ്രിൻസസിൻ്റെ ശരിക്കുള്ള സ്റ്റാറ്റസ് ഷാങ്ങുവിന് ഇതുവരെ അറിയില്ലല്ലോ. എന്തായാലും യാൻഷങ്ങിനെ പോലെ ഉയർന്ന സ്റ്റാറ്റസിലുള്ള ആരോ ആണ് അവളെന്ന് അവൾക്ക് ഇതിനകം മനസ്സിലായി കഴിഞ്ഞിരുന്നു. ഈ കൊട്ടാരം വൈദ്യം എന്നുള്ളത് വെറും ഫേക്കായിട്ടുള്ള ഐഡൻറ്റിറ്റി ആണ് എന്നും ഷാങ്ങു മനസ്സിലാക്കിയിരുന്നു. ഇപ്പോൾ അവൾ അതിനെപ്പറ്റി പറയുന്നുണ്ട്. ശരിക്കുള്ള ഐഡൻറ്റിറ്റി എന്താണെന്ന് ചോദിച്ചെങ്കിലും പ്രിൻസസ് ഇപ്പോഴത് പറയുന്നില്ല. ഭാവിയിൽ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. ആ സമയത്ത് ആവശ്യമാണെങ്കിൽ ഞാനത് പറയാം. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ സുഹൃത്തുക്കളായി തന്നെ വിരിയാമെന്ന് പ്രിൻസസ് പറയുന്നു. ഷാങ്ങു പ്രിൻസസിനെ ഒന്ന് കെട്ടിപ്പിടിച്ച് തൻ്റെ സ്നേഹം അറിയിച്ചിട്ടാണ് യാത്ര പറഞ്ഞ് പോകുന്നത്. യാൻഷങ്ങും സുന്നും കൂടി ഇവിടുന്ന് ആർമി ഏത് വഴിയാണ് പുറപ്പെട്ട് പോകേണ്ടതെന്നൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഒരു ജനറൽ അങ്ങോട്ടേക്ക് ഒരു കത്തുമായിട്ട് ഓടി വന്നിട്ട് ഷാങ്ങു മിസ്സിംഗ് ആണ് എന്നും ഈ കത്ത് അവളുടെ ടെൻറ്റിൽ നിന്ന് കിട്ടിയതാണ് എന്നും പറഞ്ഞത് യാൻഷിങ്ങിൻ്റെ കയ്യിൽ കൊടുക്കുന്നത്. അവനത് വാങ്ങി നോക്കുന്നു. എനിക്ക് അത്യാവശ്യമായിട്ട് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതുകൊണ്ട് പോവുകയാണ്, എന്നെ അന്വേഷിക്കേണ്ട എന്നായിരുന്നു അതിലെഴുതിയിരുന്നത്. തൻ്റെ കുതിരയെ റെഡിയാക്കാൻ അവൻ ആ വന്നയാളിന് അപ്പോൾ തന്നെ ഓർഡർ നൽകുന്നുണ്ട്. ഷാങ്യുവും ബാബുവും സംഘവും കൂടിയായിരുന്നു അവിടെ നിന്ന് പുറപ്പെട്ടു പോയത്. അവർ കുറച്ച് ദൂരത്തായി ഒരു നദീതീരത്ത് വിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് യാൻഷിങ് അങ്ങോട്ടേക്ക് എത്തുന്നത്. അവനെ കണ്ടപ്പോൾ അദ്ദേഹത്തെ ഞങ്ങൾ പിടിച്ചു നിർത്താം, അവൾ അവിടെ നിന്ന് പോയിക്കോളാൻ ബാബു ഒക്കെ പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ ആവശ്യമില്ല. ഞാൻ അദ്ദേഹത്തോട് കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടല്ല വന്നത്, അതുകൊണ്ട് സംസാരിച്ച് തീർക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് അവരോട് കുറച്ച് മുന്നോട്ട് പോയിക്കോളാൻ ഷാങ്യു പറയുന്നു. അങ്ങനെ അവർ അവിടെ നിന്ന് കുറച്ച് മാറിപ്പോകുന്നുണ്ട്. യാൻഷിങ് അവളുടെ അടുത്തേക്ക് വന്നിട്ട് അവളുമായിട്ട് സംസാരിക്കുന്നു. നീ എന്താണ് എൻ്റെ കൂടെ നിൽക്കാതെ ഒരു കത്ത് എഴുതി വെച്ചിട്ട് ഇങ്ങനെ പോയത്? ഞാൻ എന്ത് തെറ്റാണ് നിന്നോട് ചെയ്തത്? നീ എന്തുകൊണ്ടാണ് എന്നെ ഇഷ്ടപ്പെടാത്തത് എന്നൊക്കെ അവൻ അവളോട് ചോദിക്കുന്നു. ഞാൻ എങ്ങനെ നിന്നെ ഇഷ്ടപ്പെടാതിരിക്കാനാണ്? നിന്നോട് ഇഷ്ടമില്ലായിരുന്നെങ്കിൽ ഞാൻ ഇത്ര ദൂരം നിന്നെ അന്വേഷിച്ച് വരുമായിരുന്നോ? നിനക്ക് പരിക്കേൽക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കുമായിരുന്നോ? നിനക്ക് പകരമായിട്ട് ആ യുദ്ധഭൂമിയിലേക്ക് പോകുമായിരുന്നോ എന്നൊക്കെ അവൾ തിരിച്ച് ചോദിക്കുന്നുണ്ട്. അത് നീ ഇഷ്ടപ്പെടുന്നത് യാൻഷങ്ങിനെയല്ലേ, എന്നെ അല്ലല്ലോ എന്നവൻ പറഞ്ഞപ്പോൾ അതൊക്കെ ഞാനിപ്പോൾ നന്നായി ആലോചിച്ചു. യാൻഷങ് ആണെങ്കിലും ഷിയേഷങ് ആണെങ്കിലും ഞാൻ നിന്നെ ശരിക്കും ഇഷ്ടപ്പെടുന്നുണ്ട് എന്നവൾ പറയുന്നു. ഇത് നീ എന്നെ വെറുതെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണോ എന്ന് അവൻ ചോദിച്ചപ്പോൾ അങ്ങനെയല്ല, ഞാൻ ഈ പറയുന്ന എല്ലാം സത്യമാണ്. നീ യാൻഷങ് ആയിരുന്ന സമയത്ത് ഞാൻ എപ്പോഴും വിചാരിച്ചിരുന്നത് നിനക്ക് ഫുഡ് തരാൻ എന്ത് ചെയ്യും, നിൻ്റെ ചിലവിന് കാശ് എങ്ങനെ ഉണ്ടാക്കും എന്നൊക്കെ ആയിരുന്നു. അതിനെക്കുറിച്ചായിരുന്നു കൂടുതൽ ടെൻഷൻ അടിച്ചതും അതിനുവേണ്ടിയായിരുന്നു ഞാൻ ശ്രമിച്ചതുമല്ല. പക്ഷേ ഇപ്പോൾ നീ മാർക്കിസ് ആയിരിക്കുന്ന സമയത്ത് നീ എന്താണ് ചെയ്യുന്നതെന്നോ നിൻ്റെ ഉത്തരവാദിത്തങ്ങൾ എന്താണെന്നോ എന്നും എനിക്കൊരു ഐഡിയയുമില്ല. നിൻ്റെ അടുത്തിരുന്ന് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നും എനിക്കറിയില്ല. ദാമ്പത്യ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ പരസ്പരം നന്നായി മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകാനെന്നാണ് എൻ്റെ അമ്മ പറഞ്ഞു തന്നിട്ടുള്ളത്. അല്ലാത്തവർക്ക് ഒരിക്കലും അവരുടെ ബന്ധം ഒരുപാട് കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. നമുക്കിടയിൽ അങ്ങനെ സംഭവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നവൾ പറയുന്നു. നീ പറയുന്നത് പോലെയുള്ള സ്റ്റാറ്റസ് ഒന്നും ഒരു പ്രശ്നമല്ല. നമ്മൾ രണ്ടുപേരും പരസ്പരം ഇഷ്ടപ്പെടുന്നുണ്ട്, നമുക്ക് പരസ്പരം ഫീലിങ്സും ഉണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് യാൻഷങ് പറഞ്ഞപ്പോൾ എനിക്കും അതറിയാം. നിന്റെ ഐഡൻറ്റിറ്റി മനസ്സിലാക്കിയ ദിവസം നീയുമായിട്ട് ഫുള്ളായിട്ട് ബ്രേക്കപ്പ് ആവണമെന്ന് കരുതിയാണ് ഞാൻ അന്ന് രാത്രി ആ നദി തീരത്തേക്ക് വന്നത്. പക്ഷേ അവിടെ വെച്ച് നീ എനിക്കൊപ്പം താമസിച്ചിരുന്ന സമയത്ത് നിനക്ക് ഫീൽ ചെയ്ത കാര്യങ്ങളൊക്കെ എന്നോട് തുറന്നു പറഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ നിന്നെ ഉപേക്ഷിക്കാൻ സാധിച്ചില്ല. എന്നെ കല്ലുകൊണ്ടൊന്നും ഉണ്ടാക്കിയതല്ലല്ലോ, എനിക്കും ഫീലിങ്സ് ഉണ്ട്. ഇപ്പോൾ പക്ഷേ അത്യാവശ്യമായിട്ട് ഞാൻ ഷിയാനെ കണ്ടെത്തണം. അവൾ എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല എന്നൊക്കെ ഷാങ്യു പറയുന്നു. ഷിയാനെയും ബാവറേയും രക്ഷിക്കാനാണ് അവൾ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ നീ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പൂർത്തിയാക്കാൻ ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഈ ലൂഷ്യങ്ങളിലെ കാര്യങ്ങളൊന്ന് സെറ്റിൽ ചെയ്ത ശേഷം നിന്റെ ഗ്രാമത്തെ അങ്ങനെ നശിപ്പിച്ചവരോട് പ്രതികാരം ചെയ്യാൻ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം. അവിടെ നിന്ന് പോയവരെല്ലാം തിരികെ കണ്ടെത്താൻ സഹായിക്കാം. അതേപോലെ തന്നെ ഷിയാനെയും ബാവറേയും കണ്ടെത്താൻ സഹായിക്കാം എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ എല്ലാത്തിനും എപ്പോഴും അവനെ ഡിപ്പെൻഡ് ചെയ്യുന്നതിനോട് അവൾക്ക് താല്പര്യമില്ല. സ്വന്തമായിട്ട് തന്നെ കാര്യങ്ങൾ നേടിയെടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. എനിക്ക് എന്നും നിന്നെ ഇങ്ങനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഞാനല്ലാതെ ആവും എന്നവൾ പറയുന്നു. അവളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന് മാറ്റം ഉണ്ടാവില്ല എന്ന് യാൻഷിങ്ങിനറിയാം. അതുകൊണ്ട് തന്നെ പിന്നെ അവനത് എതിർക്കുന്നില്ല. സുൻ പ്രിൻസസിൻ്റെ ചെരുപ്പൊക്കെ റെഡിയാക്കിയിട്ട് അതുമായിട്ട് പ്രിൻസസ് ഉള്ള സ്ഥലത്തേക്ക് ചെല്ലുന്നു. ഇവനിങ്ങനെ ചെരുപ്പുമായിട്ട് വന്നത് കണ്ടപ്പോൾ പ്രിൻസസ് ആദ്യം ഒന്ന് ഇംപ്രസ് ആയതാണ്. പക്ഷെ സുൻ സത്യം പറയാതെ പെട്രോളിങ്ങിന് പോയ ഏതോ പട്ടാളക്കാർ കണ്ടെടുത്ത ചെരുപ്പാണ്, പിന്നെ അവളുടെ ആണെന്ന് അറിഞ്ഞപ്പോൾ നന്നാക്കി എടുത്തുകൊണ്ട് വന്നതാണ് എന്നൊക്കെ പറയുന്നു. അത് കേട്ടപ്പോൾ അവൾക്ക് ദേഷ്യം വരുന്നുണ്ട്. ഇങ്ങനെ വെറുതെ ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നല്ലോ.
ഭാവിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നില്ല, എനിക്കിത് അത്ര ഇഷ്ടമൊന്നുമല്ല എന്ന് കൂടി അവൾ പറയുന്നുണ്ട്. അതോടെ സുൻ ആകെ നിരാശനാവുന്നു. പിന്നെ പതുക്കെ ആ ചെരുപ്പ് അവിടെ വെച്ചിട്ട് അവൻ തിരികെ പോകാൻ തുടങ്ങുന്നുണ്ട്. ഈ സമയത്ത് അവൻ ഇച്ചിരി കാര്യമായിട്ട് ചുമയ്ക്കുന്നുണ്ട്. പക്ഷെ അവൻ അഭിനയത്തിൻ്റെ ആളായതുകൊണ്ട് ഇതും അഭിനയമായിരിക്കും എന്നാണ് പ്രിൻസസ് കരുതുന്നത്. അവളതുകൊണ്ട് അത്ര കാര്യമാക്കുന്നില്ല. പിന്നെയാണ് അവൻ ചുമച്ച് ബ്ലഡ് വൊമിറ്റ് ചെയ്യുന്ന അവൾ കാണുന്നത്. അങ്ങനെ അവൾ ഓടി ചെന്ന് എന്ത് പറ്റിയെന്നൊക്കെ നോക്കുന്നുണ്ട്. നേരം വെളുക്കാറായിട്ടും യാൻഷിങ് ഷാങ്ങിൻ്റെ അടുത്ത് നിന്ന് മടങ്ങിയിരുന്നില്ല. അവൻ അവളുടെ തോളിലേക്ക് ചാഞ്ഞ് ആ നദിയെടുത്ത് തന്നെ ഇരിക്കുകയാണ്. നേരം വെളുക്കാറായി, എനിക്ക് ബാവയുടെയും സംഘത്തിൻ്റെയും ഒപ്പം എത്തണം, എനിക്ക് പോയേ പറ്റുകയുള്ളൂ എന്നൊക്കെ ഷാങ്ങി പറഞ്ഞപ്പോൾ അവൻ പതിയെ എഴുന്നേൽക്കുന്നു. നിനക്ക് പോകണമെന്നുണ്ടെങ്കിൽ എന്നെ ഇഷ്ടമാണെന്ന് പറയാൻ അവൻ പറയുന്നു. ഷാങ്ങിയോ അതിന് മറുപടിയായിട്ട് അവനെ ചെറുതായിട്ടൊന്ന് കിസ് ചെയ്യുന്നുണ്ട്. ഇഷ്ടമാണെന്ന് അവൾ സമ്മതിച്ചിരിക്കുകയാണല്ലോ. അവളുടെ സമ്മതം കിട്ടിയതോടെ അവനും സന്തോഷത്തോടെ തിരിച്ച് അവളെയും കിസ് ചെയ്യുന്നു. എന്നിട്ട് അവൻ തിരികെ ക്യാമ്പിലേക്ക് പോകുന്നുണ്ട്. ക്യാമ്പിൽ എത്തിയ ഉടൻ തന്നെ അവളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് സീക്രട്ടായിട്ടൊരു സ്ക്വാഡിനെ അയക്കാനായിട്ട് അവൻ ഏർപ്പാടാക്കുന്നുണ്ട്. പ്രിൻസസ് ഈ സമയം സുനിനെ ചെക്ക് ചെയ്യുന്നു. അവന് ഇന്റേണലായിട്ട് കുറച്ച് ഇഞ്ചുറീസ് ഒക്കെ ഉണ്ടെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഇവൻ കള്ളം പറയുകയാണെന്നാണല്ലോ ഇവളിതുവരെ വിചാരിച്ചിരുന്നത്. എന്താണ് നേരത്തെ തന്നെ സത്യം പറയാതിരുന്നതെന്ന് അവൾ ചോദിക്കുന്നു. സത്യത്തിൽ ഞാൻ നിന്നെ മുമ്പ് കളിയാക്കിയതായിരുന്നു, പിന്നെ ഇപ്പോൾ ഈ പ്രശ്നം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നിന്നോട് ഇതെങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ലായിരുന്നു എന്നൊക്കെ അവൻ പറയുന്നു. എന്നിട്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ എന്തെങ്കിലും മരുന്ന് കഴിച്ചോളാമെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നുണ്ടെങ്കിലും അവൾ അവനെ വിടുന്നില്ല. അവിടെ പിടിച്ചിരുത്തിയിട്ട് നീ പോകണം വേണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് വൈദ്യരായിട്ടുള്ള ഞാനാണ്, ഇവിടെ ഇരിക്കാൻ പറഞ്ഞ് അവൾ അവനെ പുറംതിരിച്ചിരുത്തിയിട്ട് അവൻ്റെ പുറത്ത് മസാജ് ചെയ്ത് കൊടുക്കാൻ തുടങ്ങുന്നുണ്ട്. ഷാങ്ങി ഈ മുറിയിൽ തന്നെ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. ഈ ബഹളമൊക്കെ കേട്ട് അവൾ ഉണർന്ന് എന്നിട്ട് വന്ന് എന്ന് നോക്കുന്നുണ്ട്. സുനിൻ്റെ കണ്ടീഷൻ റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രിൻസസ് അങ്ങനെ ചെയ്തതെങ്കിലും അവളിങ്ങനെ മസാജ് ചെയ്ത് കൊടുത്തപ്പോൾ ഇക്ലിയാവുന്നു. അങ്ങനെ അവൻ ചിരിച്ചുകൊണ്ട് ഒഴിഞ്ഞു മാറുന്നുണ്ട്. പിന്നെ തൻ്റെ ഫീലിങ്സിനെ കുറിച്ച് അവൻ അവളോട് പറയാനായിട്ട് തുടങ്ങുന്നുണ്ട്. പക്ഷെ അത് എങ്ങനെ പറഞ്ഞ് അവളെ അറിയിക്കണമെന്ന് അവന് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെ വട്ടം ചുറ്റിയൊക്കെ കറങ്ങി തിരിഞ്ഞ് പറയാൻ തുടങ്ങിയപ്പോഴേക്കും യാൻഷിങ് ക്യാമ്പിൽ തിരിച്ചെത്തിയിട്ടുണ്ട് എന്ന് ഒരു ജനറൽ വന്ന് അറിയിക്കുന്നു. ഇന്ന് ആകാശം ഒഴിഞ്ഞ് വീണാലും ശരി, ഞാനിന്ന് പറഞ്ഞിട്ടേ പോവുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് സുൻ അവളോട് തൻ്റെ ഫീലിങ്സിനെ കുറിച്ച് പറയാനായിട്ട് വീണ്ടും ശ്രമിക്കുന്നുണ്ട്. പക്ഷെ പ്രിൻസസ് അപ്പോൾ ഇടയ്ക്ക് കയറിയിട്ട് ഇപ്പോൾ പറയണ്ട, പോയിട്ട് വന്നിട്ട് പറഞ്ഞാൽ മതി, അതുവരെ വെയിറ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് അവനെ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നു. എന്നിട്ട് ആ പുറത്തുനിന്ന് നിൽപ്പുണ്ടായിരുന്ന ജനറലിനോട് ഇവന് ഇൻറ്റേർണലായിട്ട് കുറച്ച് ഇഞ്ചുറീസ് ഉണ്ട് എന്നുള്ള കാര്യം യാൻഷിങ്ങിനോട് പറയണമെന്ന് പറഞ്ഞേൽപ്പിക്കുന്നുണ്ട്. തിരിച്ചു വരുമ്പോൾ ഇവൻ്റെ കണ്ടീഷൻ മോശമാവുകയാണെങ്കിൽ യാൻഷിങ് അതിന് ഉത്തരം പറയേണ്ടി വരുമെന്നും പ്രിൻസസ് പറഞ്ഞപ്പോൾ സുനിന് സന്തോഷമാവുന്നു. അങ്ങനെ അവൻ തൽക്കാലം യാത്രയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. ഷാങ്യു യാൻഷിങ്ങിൻ്റെ കൂടെ തിരികെ വന്നില്ല എന്നറിഞ്ഞപ്പോൾ സുൻ കുറച്ചൊന്ന് അമ്പരക്കുന്നു. അവൾക്ക് അവളുടേതായ ആഗ്രഹങ്ങളുണ്ട്, ഞാനതിന് തടസ്സം നിൽക്കാൻ പോയില്ല എന്ന് യാൻഷിങ് അവനോട് പറയുന്നു. അവനെ കൊണ്ട് അങ്ങനെ ഒരു തീരുമാനമൊക്കെ എടുപ്പിച്ച ഷാങ്യുവിൻ്റെ കഴിവിനെ സുൻ പുകഴ്ത്തുന്നുണ്ട്. പ്രിൻസസിനെ തിരികെ തലസ്ഥാന നഗരിയിലേക്ക് അയക്കാനാണ് യാൻഷിങ് ഉദ്ദേശിക്കുന്നത്. ആ സമയത്ത് പ്രിൻസസിൻ്റെ പ്രൊട്ടക്ഷൻ അവൻ സുനിനെ ഏൽപ്പിക്കുന്നു. പ്രിൻസസ് തിരികെ കൊട്ടാരത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഷാങ്ങിങ്ങിനെ അവളുടെ ഗ്രാമത്തിൽ എത്തിക്കാമെന്ന് ഷാങ്യുവിന് വാക്ക് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് തിരികെ കൊട്ടാരത്തിലേക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനെ ഞാൻ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കാമെന്ന് സുൻ ഉറപ്പ് കൊടുക്കുന്നു. ഇപ്പോൾ അവനിങ്ങനെ പ്രിൻസസിൻ്റെ താല്പര്യത്തിനൊത്ത് തീരുമാനമെടുക്കാമെന്ന് പറയുന്നതായിട്ടപ്പോൾ മുമ്പ് നീ ഇങ്ങനെ ഒന്നും ആയിരുന്നില്ലല്ലോ, അന്ന് അക്കാഡമിയിൽ പഠിക്കാൻ വന്ന സമയത്ത് നീ അല്ലേ രാജ്ഞിക്ക് കത്തയച്ചിട്ട് പ്രിൻസസിനെ അവിടെ നിന്ന് ഓടിച്ചു വിട്ടത്, പിന്നെന്താ ഇപ്പോൾ ഇങ്ങനെ തീരുമാനം മാറ്റിയത് എന്നൊക്കെ യാൻഷിങ് അപ്പോൾ ചോദിക്കുന്നു. സുൻ ഇതിന് മറുപടി പറയുന്നതിന് മുമ്പ് തന്നെ പ്രിൻസസ് അവനുള്ള മരുന്നുമായിട്ട് അങ്ങോട്ടേക്ക് വന്നിരുന്നു. അങ്ങനെ അവർ ഇത് കേൾക്കുന്നുണ്ട്. അന്ന് പ്രിൻസസ് അക്കാഡമിയിലുണ്ട് എന്ന് പറഞ്ഞ് രാജ്ഞിക്ക് കത്തയച്ചത് ഞാൻ തന്നെ ആയിരുന്നു. പക്ഷേ പ്രിൻസസ് തിരികെ ചെന്ന് കഴിഞ്ഞപ്പോൾ ലീഹ്വാനുമായിട്ട് അങ്ങനെ ഒരു ബ്ലൈൻഡ് ഡേറ്റ് അറേഞ്ച് ചെയ്യുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നതല്ല. ലീഹ്വാനെ തിരിച്ചയക്കുന്നതിന് വേണ്ടി ഞാനൊന്നും ചെയ്തതുമില്ല. അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി എന്നൊക്കെ സുൻ പറയുന്നു. പ്രിൻസസ് ഇതൊക്കെ കേൾക്കുകയാണല്ലോ. അതോടെ അവൾക്ക് അവനോട് ദേഷ്യമാവുന്നു. കാരണം മുമ്പ് അവൻ മനഃപൂർവ്വം തന്നെ അവിടെ നിന്ന് പറഞ്ഞയച്ചതായിരുന്നുവെന്ന് അവളിപ്പോൾ അറിഞ്ഞിരിക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ അവൾ ദേഷ്യത്തിൽ മരുന്ന് അവിടെയൊക്കെ വെച്ചിട്ട് അവിടെ നിന്ന് തിരികെ പോകുന്നു. അങ്ങനെ ശബ്ദം കേട്ടുകൊണ്ട് തിരിഞ്ഞു നോക്കി സുൻ ഇത് കാണുന്നുണ്ട്. ഇനി പ്രിൻസസ് ഒരിക്കലും നേരിട്ട് അവന് മരുന്ന് കൊടുത്തരത്തില്ല, ഇത് അവസാനത്തേതാണ് എന്ന് പറഞ്ഞിട്ടാണ് പ്രിൻസസിൻ്റെ തോഴി അവിടെ നിന്ന് പുറകെ ഇറങ്ങിപ്പോയത്. പാവൻ സുൻ പതുക്കെ ഒന്ന് സെറ്റാക്കി കൊണ്ടുവരുമായിരുന്നു, എല്ലാം ദേ കിടക്കുന്നു. എന്തായാലും യാൻഷിങ്ങിനോട് ആദ്യം പുറപ്പെട്ടോ, ഞാൻ പിന്നാലെ വന്നോളാമെന്ന് പറഞ്ഞിട്ട് അവൻ വേഗം പ്രിൻസസിൻ്റെ പിന്നാലെ ഓടുന്നുണ്ട്. യാൻഷിങ് സൈനികരും കൂട്ടി അപ്പോൾ തന്നെ ലൂഷങ്ങിലേക്ക് അടുത്ത യുദ്ധത്തിനായി പുറപ്പെടുന്നു. ഇവർ ഈ പോകുന്ന ലൂഷങ്ങിലാണല്ലോ ലോർഡ് ഷാങ്ഷിനുള്ളത്. ഇപ്പോൾ അയാളുടെ കൊട്ടാരത്തിൽ തന്നെയാണ് ഷിയും എത്തിയിരിക്കുന്നത്. സ്വന്തം മകനാണെങ്കിലും ഷാങ്ഷിന് ഷിയോട് നല്ല ദേഷ്യമാണ്. മുമ്പ് ഇവരുടെ ആർമി 2 തവണ പരാജയപ്പെട്ടതും ഷിയുടെ കഴിവുകേട് കൊണ്ടാണ് എന്ന് പറഞ്ഞ് അയാൾ ഷിയോട് വല്ലാതെ ദേഷ്യപ്പെടുകയും മുന്നിലിരുന്ന കപ്പ് അവൻ്റെ മുന്നിലേക്ക് എറിഞ്ഞ് പൊട്ടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആ പൊട്ടിയ കപ്പിന് മുകളിലേക്ക് ഷിക്ക് മുട്ടുകുത്തിയിരിക്കേണ്ടി വരുന്നുണ്ട്. ഷാങ്ഷിൻ പിന്നെയും അവനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഷിഹു കൊല്ലപ്പെട്ടതും അതേപോലെ തന്നെ സുയാൻഷിങ് ശത്രുക്കളുടെ പിടിയിലായതുമെല്ലാം ഇവൻ്റെ കഴിവുകേട് കൊണ്ടാണ്, ഇവൻ്റെ പ്ലാനിങ്ങിൻ്റെ പ്രശ്നമാണ് അതെന്നൊക്കെ പറഞ്ഞ് ഷിയെ തന്നെയാണ് അയാൾ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഷിക്ക് ഇതൊക്കെ കേട്ടിട്ട് നല്ല ദേഷ്യം വരുന്നുണ്ട്. അവനാ താഴെയുണ്ടായിരുന്ന ആ കപ്പിൻ്റെ കഷ്ണത്തിൽ തൻ്റെ കൈ ഞെരിച്ചമർത്തി ദേഷ്യം തീർക്കുന്നു. അവിടെ മുറിഞ്ഞ് ചോര വന്നിട്ടൊന്നും
അവനത് കാര്യമാക്കുന്നില്ല. അവൻ്റെ ഈ പ്രതിഷേധം ഷാങ്ഷിന് മനസ്സിലാവുന്നുണ്ട്. നിനക്കെന്നോട് ദേഷ്യം തോന്നുന്നുണ്ടോ? ചെറുപ്പത്തിൽ നീ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. ആ 17 വർഷങ്ങൾക്ക് മുമ്പ് കൊട്ടാരത്തിൽ വെച്ചുണ്ടായ തീപിടുത്തത്തിന് ശേഷമാണ് നിന്റെ സ്വഭാവം ഇങ്ങനെയായി മാറിയത്. അതിനുശേഷം നീ ഒരു പൊട്ടനെ പോലെയാണ്. ഇന്നൊരു കാര്യം ഞാൻ തീർത്ത് പറയാം. ഇനി സുയാൻ സിംഗിന് എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെയും നീ ഒരിക്കലും അവൻ്റെ സ്ഥാനത്ത് രാജാവാകുമെന്ന് നീ പ്രതീക്ഷിക്കേണ്ട എന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. സുയാൻ സിംഗ് മരിച്ചു കഴിയുമ്പോൾ പിന്നെ മകനായ ഇവനായിരിക്കുമല്ലോ അടുത്ത അവകാശിയാവുന്നത്. അങ്ങനെ എന്തെങ്കിലും ലക്ഷ്യം അവനുണ്ടെങ്കിൽ അതങ്ങ് കളഞ്ഞേക്കാനാണ് അയാൾ പറയുന്നത്. പക്ഷെ തനിക്ക് അങ്ങനെ യാതൊരു ഉദ്ദേശവുമില്ല എന്ന് വരെ താനങ്ങനെ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല. അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ തലയിൽ ഇരുത്തി വീഴട്ടെ എന്നൊക്കെ ഷീ അവിടെ ഇരുന്ന് പറയുന്നു. ഇത് കേട്ടുകൊണ്ടാണ് സുയാൻ സിംഗ് അങ്ങോട്ടേക്ക് വരുന്നത്. അവൻ ചേട്ടനെ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നുണ്ട്. അച്ഛനീ പറയുന്നത് പോലെ ചേട്ടൻ ഒരിക്കലും എനിക്കെതിരായി തിരിയുകയില്ല. ഇങ്ങനെ ചേട്ടനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. എപ്പോഴും ചേട്ടൻ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് സുയാൻ സിംഗ് ഷീയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു. നമ്മളിപ്പോൾ യുദ്ധസ്ഥലത്താണ്. നീ ഇങ്ങനെ സ്റ്റാറ്റസ് നോക്കാതെ ഇവനോട് സ്നേഹം കാണിക്കുന്നത് ശരിയല്ല എന്ന് ഷാങ്ഷൻ ഈ സമയത്ത് പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ 3 പേരും മാത്രമല്ലേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ അങ്ങനെയൊക്കെ നോക്കേണ്ട കാര്യമുണ്ടോ? ഈ സമയത്ത് നമ്മളിങ്ങനെ തമ്മിൽ തല്ലുന്നത് ശത്രുക്കൾ അറിഞ്ഞാൽ അവരത് മുതലെടുക്കുകയുള്ളൂ എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെ യാൻഷെങ്ങിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ടുവരാനായിട്ട് ഷിയെ അവിടെ എത്തിച്ചതും ഇവൻ തന്നെയാണല്ലോ. അതൊക്കെ കൂടി അവൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ ലോർഡ് ഷാങ്ഷൻ തൽക്കാലത്തേക്കൊന്ന് അടങ്ങുന്നു. എന്നിട്ട് ഷിയോട് പോയി ഇനി എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കാനായിട്ട് പറയുന്നുണ്ട്. ഷീ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ സുയാൻ സിംഗിനോടായി ആ 17 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന തീപിടുത്തത്തിന് ശേഷം അവൻ്റെ സ്വഭാവം ആകെ മാറിപ്പോയി, അവനൊരു പൊട്ടനെ പോലെ ആയി എന്നൊക്കെ അദ്ദേഹം പരാതി പറയുന്നുണ്ട്. പിന്നെ അത്രയും വലിയൊരു തീപിടുത്തത്തിൽ പെട്ടുപോയാൽ ആരായാലും അങ്ങനെയൊക്കെ പേടിച്ചു പോവില്ലേ? അതുകൊണ്ടായിരിക്കണം ചേട്ടൻ്റെ സ്വഭാവത്തിന് ഇങ്ങനെ മാറ്റം വന്നതെന്നൊക്കെ സുയാൻ സിംഗ് അപ്പോഴും അവനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നു. പക്ഷേ അവിടെ നിന്ന് പോവുകയായിരുന്ന ഷീയുടെ ചിന്ത ഇതായിരുന്നില്ല. അവന് ശരിക്കും ഈ സുയാൻ സിംഗും ലോർഡ് ഷാങ്ഷനും കൊല്ലപ്പെടണമെന്ന് തന്നെയായിരുന്നു ആഗ്രഹം. നിന്റെ ഒന്നും സിംഹാസനം എനിക്ക് വേണ്ട, നിന്റെയൊക്കെ ജീവൻ മതിയെന്ന് അവൻ അവിടെ നിന്ന് പറയുന്നുണ്ട്. സാഹോ ബാവറയും കൊണ്ട് കുറേ ദൂരം പോയി കഴിഞ്ഞപ്പോൾ ഷിയുടെ ആൾക്കാരുടെ മുന്നിൽ പെടുന്നു. അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടുന്നതിനിടയിൽ സാവോയുടെ കാലിൽ അവരുടെ ഒരു അമ്പ് ഏൽക്കുന്നുണ്ട്. അങ്ങനെ അയാൾ വീണു പോകുന്നു. ബാവറോട് ഓടി രക്ഷപ്പെടാൻ അയാൾ പറയുന്നുണ്ട്. ബാവർ അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടാൻ ശ്രമിക്കുന്നതിന് മുമ്പ് ഷാങ്ങി അവന് നൽകിയ വിസിലെടുത്ത് ഉറക്കെ ഊതാൻ തുടങ്ങുന്നു. ആഴത്തിൽ പെടുമ്പോൾ അതങ്ങനെ ഊതിക്കഴിഞ്ഞാൽ ആരെങ്കിലും സഹായത്തിനെത്തുമെന്നായിരുന്നല്ലോ ഷാങ്ങിങ് എന്ന് അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ഒരു പ്രതീക്ഷയിലാണ് അവനിപ്പോൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോഴേക്കും ശത്രുക്കളിൽ ഒരാൾ അവൻ്റെ അടുത്തെത്തി അവനെ കൊല്ലാൻ ഒരുങ്ങുന്നുണ്ട്. പക്ഷെ അതിനു മുമ്പേ ഒരു അമ്പ് പാഞ്ഞു വന്ന് അയാളെ കൊല്ലുന്നു. യാൻഷിങ്ങിന്റെ കുറച്ച് സൈനികർ അങ്ങോട്ടേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. പിന്നാലെ യാൻഷിങ്ങും എത്തുന്നു. ശത്രുക്കളെല്ലാം അവിടെ നിന്ന് ഓടിപ്പോകുന്നു. യാൻഷിങ്ങിനെ കണ്ട് ബാവർ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. യാൻഷിങ്ങിനും അവനെ അറിയാമല്ലോ. അതുകൊണ്ട് അവനെ സമാധാനിപ്പിച്ചുകൊണ്ട് എന്താണ് സംഭവിച്ചതെന്നൊക്കെ ചോദിച്ചറിയാൻ ശ്രമിക്കുന്നു. തൻ്റെ അമ്മ ശത്രുക്കളുടെ പിടിയിലാണ് എന്നൊക്കെ ബാവർ കരഞ്ഞുകൊണ്ട് അവനോട് പറയുന്നുണ്ട്. എന്തായാലും മാർക്കിസിന്റെ അടുത്ത് എത്തിയതോടെ സാവോയ്ക്കും ആശ്വാസമാവുന്നു. ഷിയാനെയും കൊണ്ടുവന്നിരിക്കുന്നത് ലൂഷെങ്ങിലുള്ള ആ വില്ലയിലേക്ക് തന്നെയാണ്. അവൻ ആ മുറിയിലേക്ക് ചെന്നപ്പോൾ അവളെ അവിടെ കാണുന്നില്ല. പക്ഷെ പെട്ടെന്ന് അവൾ പുറയിലൂടെ വന്ന് അവനെ തട്ടിയിട്ട് അവൻ്റെ മുന്നിൽ പോയിരുന്നിട്ട് അവനോടും അടുത്ത് വന്നിരിക്കാൻ പറയുന്നു. അവൾ ഇങ്ങനെ പെരുമാറുന്നതുകൊണ്ട് തന്നെ അവൻ സംശയത്തോടെയാണ് അവളുടെ അടുത്ത് പോയിരുന്നത്. അവൾ സ്വന്തമായിട്ട് തന്നെ അവന് വേണ്ടി എന്തോ ഒരു സൂപ്പൊക്കെ റെഡിയാക്കി കൊണ്ട് വന്നിരിക്കുകയാണ്. അതവൾ അവനെ കുടിപ്പിക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിലും നീ ഇതിൽ വിഷം ചേർത്തിട്ടുണ്ടോ എന്ന് അവൻ ചോദിക്കുന്നു. സംശയം തീർക്കാനായിട്ട് അവൾ തന്നെ അതിൽ നിന്ന് 1-2 സ്പൂൺ എടുത്ത് കുടിച്ച് കാണിക്കുന്നു. ഇനി നീ ഇതിൽ വിഷം ചേർത്താലും സാരമില്ല, അങ്ങനെയാണെങ്കിലും ഞാനിത് കുടിക്കുമെന്ന് പറഞ്ഞ് ഷീ അത് വാങ്ങി കുടിക്കാൻ തുടങ്ങുന്നുണ്ട്. എങ്കിലും അടുത്ത തവണ ആവട്ടെ, ഇനി ഞാൻ വിഷം ചേർത്ത് തന്നെ കൊണ്ടുവരാമെന്ന് ഷിയാൻ അപ്പോൾ ചിരിച്ചുകൊണ്ട് പറയുന്നു. അങ്ങനെയാണെങ്കിലും ഞാനത് കുടിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷീ അത് കുടിക്കുന്നത്. എന്നിട്ട് ആ പാത്രം താത്തു വെച്ച് കഴിഞ്ഞപ്പോൾ അവൻ അവളെ അടുത്തേക്ക് പിടിച്ച് ചേർത്തിരുത്തിയിട്ട് ഒരു നിമിഷത്തേക്കാണെങ്കിലും എൻ്റെ ബാക്കിയുള്ള ജീവിതം ഇതേപോലെ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് ഞാൻ ആഗ്രഹിച്ച് പോവുകയാണ് എന്ന് അവൻ പറയുന്നുണ്ട്. ബാവറയും കൊണ്ട് യാൻഷിങ്ങിൻ്റെ സംഘം ഇപ്പോൾ സേഫായിടത്ത് ക്യാമ്പ് ചെയ്തിരിക്കുകയാണ്. സുന്നം അവർക്കൊപ്പം എത്തിയിരിക്കുന്നു. സാഹോയിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിയാനായിട്ട് അയാളെയും അവർ അടുത്ത് കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ട്. 1 വർഷത്തിന് മുമ്പായിരുന്നു യാൻഷിങ് ഇയാളുമായിട്ട് മീറ്റ് ചെയ്തത്. ആ സമയത്ത് ഇയാൾ അവനെ ട്രാപ്പിലാക്കാൻ ശ്രമിച്ചതായിരുന്നല്ലോ. അന്ന് പക്ഷേ ഷിയുടെ കൺട്രോളിലായിരുന്നതുകൊണ്ട് വേറെ വഴിയൊന്നുമില്ലാതെ അങ്ങനെ ചെയ്യേണ്ടി വന്നതാണ്. അന്ന് ആ 2 ലക്ഷം രൂപയുടെ ധാന്യങ്ങളൊക്കെ ശരിക്കും ഒരു ട്രാപ്പായിരുന്നു. എന്തായാലും അവൻ അത് അന്ന് തന്നെ മനസ്സിലാക്കി അതിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ എന്നൊക്കെ സാഹു പറയുന്നു. അന്ന് മീറ്റ് ചെയ്ത സമയത്ത് ക്രൗൺ പ്രിൻസിന്റെ സീലൊക്കെ കാണിച്ചിട്ട് അവിടുത്തെ ആളാണ് എന്നൊക്കെ സാഹു പറഞ്ഞിരുന്നല്ലോ. അത് സത്യം തന്നെയാണോ എന്ന് ഞാൻ ഷെങ്ങിപ്പോൾ ചോദിക്കുന്നു. എൻ്റെ അമ്മ ക്രൗൺ പ്രിൻസസ് ഷെങ്തയുടെ ഏറ്റവും വിശ്വസ്തയായ ജോലിക്കാരിയായിരുന്നു. എന്തായാലും അമ്മ ഒരു പ്രായം എത്തിയപ്പോൾ കൊട്ടാരത്തിൽ നിന്ന് പോയി വിവാഹം കഴിക്കാനൊക്കെ പറ്റി. പിന്നെ കൊട്ടാരത്തിന് പുറത്തുള്ള പ്രിൻസസിന്റെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്തിരുന്നത് അമ്മയായിരുന്നു. 17 വർഷങ്ങൾക്ക് മുമ്പ് കൊട്ടാരത്തിൽ നടന്ന ആ തീപിടുത്തം ക്രൗൺ പ്രിൻസസ് തന്നെ ഉണ്ടാക്കിയതായിരുന്നു. അവരുടെ മകനെ രക്ഷിക്കുന്നതിന് വേണ്ടി ഒരു ചാൻസ് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്തത് എന്നൊക്കെ സാഹു പറയുന്നു. അന്ന് ആ കൊട്ടാരത്തിലെ തീപിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ ക്രൗൺ പ്രിൻസസിന്റെ മകനാണ് ലോർഡ് ഷാങ്ഷിന്റെ മൂത്ത മകനായിട്ടിരിക്കുന്ന ഷീ എന്നും സാഹു പറഞ്ഞ് അവരറിയുന്നു. ഷിയയും ഷിയാനും ഒരുമിച്ചിരിക്കുന്ന ഈ സമയത്ത് ഷിയാനെ മുമ്പ് ഹെൽപ്പ് ചെയ്ത ആ സെർവൻറ്റ് അവിടെ ഇരുട്ടായിരിക്കുന്നത് കണ്ട് ഒരു ലൈറ്റും കത്തിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു.
ഷീ അവിടെ കാണുമെന്ന് അവൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നതല്ല. അവനെ കണ്ട് അവൾ ശരിക്കും പേടിക്കുന്നു. അവളുടെ കയ്യിൽ നിന്ന് ആ വിളക്കൊക്കെ താഴെ വീണ് പോകുന്നുണ്ട്. ഞാൻ അറിഞ്ഞുകൊണ്ടല്ല ഇങ്ങോട്ടേക്ക് കയറി വന്നത്, എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞ് അവൾ അവിടെ നിന്ന് കരഞ്ഞ് പറയാൻ തുടങ്ങുന്നുണ്ട്. പക്ഷേ ഷീ അവളെ കൊല്ലാനെന്ന രീതിയിൽ അവളുടെ അടുത്തേക്ക് നടന്നെടുക്കുന്നു. പിന്നെ ഈ എപ്പിസോഡിൻ്റെ അവസാനം എപ്പിലോഗ് പോലെ ഒരു ചെറിയ സംഭവം കാണിക്കുന്നുണ്ട്. അന്ന് ആ യുദ്ധത്തിന് പോയിട്ട് തിരികെ വന്നു കഴിഞ്ഞപ്പോൾ പ്രിൻസസ് ആയിരുന്നു ഷാങ്യുവിന് മുറിവൊക്കെ ഡ്രസ്സ് ചെയ്ത് കൊടുത്തത്. ഈ സമയത്ത് അവളുടെ പുറത്തൊക്കെ ഒരുപാട് മുറിവും ചതവും ഒക്കെ കണ്ട് പ്രിൻസസിന് ശരിക്കും വിഷമമാവുന്നു. പ്രിൻസസ് അത് കണ്ട് കരയുന്നുണ്ട്. പക്ഷേ ഷാങ്യുവിന് അതൊന്നും അത്ര വലിയ പ്രശ്നമുള്ളതുപോലെ ആയിരുന്നില്ല. എന്തായാലും അവളൊരു പെണ്ണല്ലേ, എങ്ങനെ ഇത്ര വേദനയൊക്കെ സഹിക്കാൻ പറ്റുന്നുവെന്ന് പ്രിൻസസ് അമ്പരപ്പോടെ ചോദിക്കുന്നുണ്ട്. അത് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഷാങ്യു അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. പിന്നെ ഈ മുറിവൊക്കെ പരിശോധിക്കുന്ന കൂട്ടത്തിലാണ് അവളുടെ കഴുത്തിലായിട്ട് പുതിയൊരു അടയാളം പ്രിൻസസ് കാണുന്നത്. ബാക്കിയുള്ളതൊക്കെ കുറേ സമയം മുമ്പ് പറ്റിയതാണ്, അതൊക്കെ ഒരുമാതിരി ഡ്രൈ ആയി തുടങ്ങിയിരിക്കുന്നു. പക്ഷേ ഇത് ഫ്രഷ് ആണ് എന്ന് പ്രിൻസസ് പറയുന്നുണ്ട്. അതെങ്ങനെ പറ്റിയെന്ന് ഷാങ്യുവിന് മനസ്സിലാവുന്നില്ല. പിന്നെ ആലോചിച്ചപ്പോഴാണ് നേരത്തെ യാൻഷൻ കിസ് ചെയ്തതിനെ പറ്റി അവൾക്ക് ഓർമ്മ വരുന്നത്. ആ സമയത്ത് അവനൊപ്പിച്ച പണിയാണ് എന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. അത് പ്രിൻസസിനോട് പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് കല്ലിൽ തട്ടി എന്തോ വീണാണെന്ന് അവൾ കള്ളം പറയുന്നു.